ഹായ്, എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞൊരു വീഡിയോയിൽ എൻ്റെ വീടിനടുത്തുള്ള മനോഹരമായ കാഴ്ചകൾ നിങ്ങൾ കണ്ടതാണ്. ഇന്ന് ഈ വീഡിയോയ്ക്ക് ഒരു ഇൻട്രോ എടുക്കാനായി ഞാൻ ഇതേ സ്ഥലത്ത് ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ചയെന്ന് പറയുന്നത് ഒരുപാട് ആൾക്കാർ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കാൻ അവിടെ നിറഞ്ഞു നിൽക്കുകയായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഇൻട്രോ എടുക്കാൻ കഴിഞ്ഞില്ല. ഞാനിപ്പോൾ തിരിച്ച് ഇവിടെ വന്നാണ് ആ ഇൻട്രോ എടുക്കുന്നത്. ആ ഇൻട്രോ എടുക്കാനായി ആ സ്ഥലത്ത് ചെന്നപ്പോൾ ഉള്ളൊരു വൈബ് ഞാനിപ്പോൾ ഒന്ന് കാണിച്ചു തരാം. ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറയുന്നത് കഴിഞ്ഞ 2 ദിവസം മുന്നേ ഞാനൊരു യാത്ര പോയി. അപ്പോൾ ആ യാത്രയുടെ വിശേഷങ്ങൾ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. യാത്ര പോയത് മധുര അരവിന്ദ് ഹോസ്പിറ്റലിലേക്കാണ്. കണ്ണ് സംബന്ധമായി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ചെറിയ പ്രോബ്ലം പോലും ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ മധുര അരവിന്ദ് ഹോസ്പിറ്റലിൽ പോയിരിക്കണം. ഹോസ്പിറ്റലും പരിസരവും എനിക്ക് വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല. എന്നോട് ഈ ഹോസ്പിറ്റലിനെ പറ്റി പറയുന്നത് മിസ്റ്റർ രജനീകാന്താണ്. ജയിലർ സിനിമ കഴിഞ്ഞ സമയത്താണ് പുള്ളി എന്നോട് ഇത് സൂചിപ്പിച്ചത്. അതിനെപ്പറ്റി ഞാൻ വിശദമായിട്ട് പറയാം. എനിവേ, ഈ യാത്രയുടെ വിശേഷങ്ങൾ ട്രെയിനിലിരുന്ന് ഈ നാഗർകോവിലിൻ്റെ മനോഹരമായ കുറച്ച് കാഴ്ചകൾ കണ്ടപ്പം തന്നെ ഞാൻ ഒന്നുറപ്പിച്ചു, ഒരു വരവും കൂടി നാഗർകോവിൽ വരേണ്ടി വരും. ഇതൊരു ചെറിയ വീഡിയോ ആയതുകൊണ്ട് ഒരുപാട് വിശദീകരിച്ച് പറയാൻ കഴിയില്ല. എന്നാലും ഞാൻ ചുരുക്കി ഒന്ന് പറയാം. കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 6:20 മധുര എക്സ്പ്രസ്സിലാണ് പോയത്. ഞങ്ങൾ രാത്രി കഴിക്കാനുള്ള ചപ്പാത്തിയൊക്കെ ആയിട്ടാണ് പോയത്. ഒരു 8-9 മണിയായപ്പോഴത്തേക്ക് ചപ്പാത്തിയൊക്കെ കഴിച്ച് കുറച്ച് സമയം ഇരുന്ന് കഴിഞ്ഞ് കയറി കിടന്നുറങ്ങി. ഒരുറക്കം കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ TTR വന്ന് വിളിച്ചു, മധുര എത്തിയെന്നും പറഞ്ഞ് വിളിച്ചു. സുഖയാത്ര. ഈ സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നും ഇവിടെ ഇറങ്ങി ഒരു പാട്ട് സീൻ അഭിനയിച്ചങ്ങ് വീഡിയോ എടുത്താലോ, പിന്നെ തോന്നും ഇവിടെ ഇറങ്ങി ഒരു ചായ കുടിച്ചാലോ, പിന്നെ ട്രെയിൻ മിസ്സാകുമെന്ന് കരുതി ഒന്നും ചെയ്തില്ല. വളരെ ചിലവ് കുറഞ്ഞ ഈ യാത്ര കൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. നിങ്ങളുടെ കണ്ണിനെ പറ്റിയുള്ള വിശദമായുള്ള കാര്യങ്ങൾ നിങ്ങൾക്കറിയാൻ കഴിയും. മനോഹരമായ ഒരു യാത്ര ചെയ്യാൻ കഴിയും. എന്തുകൊണ്ടും നിങ്ങളുടെ മനസ്സിന് വല്ലാത്തൊരു ആനന്ദമായിരിക്കും കിട്ടുന്നത്. കണ്ണ് സംബന്ധമായി നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ പ്രോബ്ലം പോലും ഉണ്ടെങ്കിൽ വളരെ വിശദമായുള്ള ടെസ്റ്റുകളിലൂടെ നമ്മുടെ കണ്ണിൻ്റെ ഹെൽത്ത് എത്രത്തോളം നല്ലതാണെന്ന് നമുക്കറിയാൻ കഴിയും. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ചെറിയ പ്രോബ്ലം ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും അവിടെ പോയിരിക്കണം. നിങ്ങളുടെ ഫാമിലിയോ സുഹൃത്തുക്കളോ ഒക്കെ ആയിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ എൻജോയ് ചെയ്യാൻ പറ്റും. ഈ യാത്ര തന്നെ നിങ്ങൾക്ക് വെർത്താണ്. പിന്നെ ഹോസ്പിറ്റലിൽ കിട്ടുന്ന ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പം അതൊരു ബോണസും കൂടിയാണ്. എല്ലാവരും ഈ ഹോസ്പിറ്റലിനെ പറ്റി പണ്ട് മുതലേ കേൾക്കുന്നവരായിരിക്കും. ഞാനും അതുപോലെ ഒരുപാട് കേട്ടിട്ടുണ്ട്, പക്ഷേ പോകുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ ഇമ്മീഡിയറ്റ്ലി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ എങ്ങനെ യാത്ര ചെയ്യണം, അവിടെ ചെന്നിട്ട് എവിടെ താമസിക്കണം, എവിടെ നിന്ന് ഫുഡ് കഴിക്കണം, ചെന്നിട്ട് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം വിശദമായി ഞാൻ പറഞ്ഞു തരാം. എനിക്കിതിൽ മെസ്സേജ് ഇട്ടാൽ മതി. അമേരിക്കയിൽ വെച്ച് ജയിലർ സിനിമ കണ്ട് തിയേറ്ററിൽ നിന്ന് പുറത്തിറങ്ങുമ്പം എൻ്റെ സുഹൃത്തിനോട് ഞാൻ പറഞ്ഞ് എൻ്റെ കണ്ണ് കാണിക്കാൻ നാളെ ഒരു അപ്പോയിൻമെൻ്റ് ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന തിരുവല്ലക്കാരൻ രജനീകാന്താണ് എന്നോട് മധുരയിലെ ഈ ഹോസ്പിറ്റലിൻ്റെ കാര്യം പറയുന്നത്.